സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റവുമായി UDF. 505 ഗ്രാമപഞ്ചായത്തുകളിൽ UDF വിജയിച്ചപ്പോൾ LDF 340 ഇടങ്ങളിൽ ഒതുങ്ങി. ജില്ലാ പഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ കോർപ്പറേഷനുകളിൽ LDF-ന് കരുത്ത തിരിച്ചടിയുണ്ടായി. 6-ൽ 4-ഉം UDF നേടിയപ്പോൾ കോഴിക്കോട് നിലനിർത്താനായത് മാത്രമാണ് LDF-ന്റെ ആശ്വാസം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ BJP ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം നടപ്പാക്കിയതും ഈ തെരഞ്ഞെടുപ്പിലാണ്. ഓരോ ജില്ലകളിലെയും ഫലങ്ങൾ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. മുഴുവൻ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളും തയ്യാറാണ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, ഏതാണ്ട് 30 വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുകോട്ട എന്ന് പറയുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തേത്. ആ കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP പിടിച്ചിരിക്കുകയാണ്. UDF-നും അവിടെ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു. LDF-ന് എന്ത് സംഭവിച്ചു എന്നാണ്, എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ ഫലം? തലസ്ഥാന ജില്ലയിൽ നിന്നും തുടങ്ങുന്നു CPM-ന് ഏറ്റ തിരിച്ചടി. കഴിഞ്ഞ 45 വർഷമായിട്ട് കുത്തകയായിട്ട് CPM കൊണ്ടു നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. BJP-ക്ക് ആദ്യമായിട്ട് ഒരു കോർപ്പറേഷന്റെ ഭരണം ലഭിക്കുന്നു, അതും തലസ്ഥാനത്തിന്റെ തന്നെ. 53 സീറ്റാണ് കഴിഞ്ഞ തവണ LDF-ന് കോർപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ കുറഞ്ഞ് 29 സീറ്റിൽ ഒതുങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. 34-ൽ നിന്ന് 50 സീറ്റ് നേടിയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചത്. UDF-നും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. വെറും 10 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 19 സീറ്റായിട്ട് ഉയർത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലും വലിയ തിരിച്ചടിയാണ് CPM-ന് ഏറ്റത്. CPM-ന് തന്നെ ഭരണം കിട്ടിയെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 21 ഡിവിഷനാണ് കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിൽ ഇത്തവണ അത് കുറഞ്ഞ് വെറും 15 ഡിവിഷനിലേക്ക് CPM-ന്റെ സീറ്റ് നില താഴ്ന്നു. 13 സീറ്റ് നേടാൻ UDF-ന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ വെറും 6 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 13 സീറ്റായിട്ട് ഉയർത്താൻ UDF-ന് കഴിയുകയും ചെയ്തു. 4 മുനിസിപ്പാലിറ്റികളാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അത് 4-ഉം കഴിഞ്ഞ തവണയും LDF-ആണ് ഭരിച്ചത്. ഇത്തവണയും LDF-ന് തന്നെ അവിടെ ഭരണം പിടിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്കിലും വലിയ തിരിച്ചടി CPM-ന് ഏറ്റിട്ടുണ്ട്. 11 ബ്ലോക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 10 ബ്ലോക്ക് LDF ഭരിച്ച് ഒരു ബ്ലോക്കിൽ മാത്രമായിരുന്നു UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ 6 ബ്ലോക്കിൽ UDF ഇത്തവണ വിജയിച്ചു. CPM 5 ബ്ലോക്കിലേക്ക്, LDF 5 ബ്ലോക്കിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താലും CPM-ന് തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 52 പഞ്ചായത്തുകൾ ഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഇത്തവണ 36 കുറഞ്ഞിട്ടുണ്ട്. 18 പഞ്ചായത്തുകൾ ഭരിച്ച UDF അത് മെച്ചപ്പെടുത്തി 25ലേക്കും ഉയർത്തിയിട്ടുണ്ട്. BJP-ക്കും പഞ്ചായത്തുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നേട്ടമുണ്ടായി. കഴിഞ്ഞ തവണ 2 പഞ്ചായത്താണ് BJP ഭരിച്ചതെങ്കിൽ അത് ഇത്തവണ അവർക്ക് 2-ൽ നിന്ന് 6 ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട്.